പൊന്നളിയ വർക്കായി. അളിയ നിനക്ക് എന്തോ ഓർമ്മയുള്ളേ? എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അയാളൊന്ന് കൈ കടിച്ചതും മാത്രമേ ഓർമ്മയുള്ളൂ. വാക്കേഴ്സോ? അത് വാക്കേഴ്സ്. ഇവൻ ഓടിച്ചിട്ട് കടിച്ചില്ലേ? ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാ പോയത്. പിടിക്കേ. നമ്മളിനി ഇത് വെച്ചിട്ടാണ് പുറത്തിറങ്ങാൻ. ഇതെന്താടാ? ഞാൻ ഒരാളെ കണക്ട് ചെയ്യാം. ഹലോ ജെ കെ, ഗോകുൽ ഹിയർ, ഓവർ. ജെ കെ, ഞങ്ങള് ചിറക്കാറ്റ് പ്ലാന്റേഷനിലുണ്ട്. ഗുഡ്. നിങ്ങൾക്ക് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടുന്ന് നടന്നൊരു കുന്ന് കയറി ഇറങ്ങണം. ഇറങ്ങി ചാടൽപ്പുഴയുടെ അടുത്ത് വരണം. തെക്കുവശത്ത് നോക്കിയാൽ ഒരു വഞ്ചി കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. വഞ്ചിയിൽ കയറി പടിഞ്ഞാറോട്ട് തുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ കോവ് ഐലൻഡ് കാണാൻ കഴിയും. തൽക്കാലം നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ. ഇവിടെ ആവുമ്പോൾ സേഫ് ആയിരിക്കും. സേഫോ? ജെ കെ, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഹലോ. ഏകദേശം ഒരു മാസം മുമ്പേ കേരളത്തിലെ പല സ്ഥലങ്ങളിലും തീഗോളങ്ങൾ കാണുകയുണ്ടായി. ആദ്യം നമ്മുടെ അതോറിറ്റീസ് അതിനെ മീറ്റിയോറൈറ്റ് ആണെന്നാണ് കരുതിയത്. പക്ഷേ ആഫ്റ്റർ ക്ലോസ് എക്സാമിനേഷൻ വീണ തീഗോളങ്ങൾക്ക് ഒരു ബയോ വെപ്പന്റെ എല്ലാ സവിശേഷതകളും ഉണ്ടായിരുന്നു. ബയോ വെപ്പൺസോ? അതെ. ആൻഡ് ദ ഫണി പാർട്ട് ഈസ്, ഇത് കേരളത്തിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഈ ബോർഡർ സീലിങ്ങും ലോക്ക്ഡൌണും എല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സ്റ്റേറ്റ് 1 കുറിച്ച് ഗൂഗിൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതെന്ത് ബയോ വെപ്പണാ? കൂടുതലൊന്നും എനിക്കറിയില്ല. ഫ്രം വാട്ട് ഐ നോ, ഇതൊരു എയർബോൺ പാരസൈറ്റ് ആണ്. ഈ പാരസൈറ്റിന് മൈൻഡ് കൺട്രോളിംഗ് എബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പാരസൈറ്റ് ആളുകളിൽ മാറ്റം വരുത്തുകയും അവരിൽ അസാധാരണ സ്വഭാവം പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. സോംബീസ്? സോംബീസ് അല്ല. സോംബീസ് രക്തം കുടിക്കില്ലല്ലോ. ഇത് വാമ്പേഴ്സിനെ പോലെ. വാമ്പേഴ്സോ? ഈ കൂർത്ത പല്ലൊക്കെയായിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഇതൊന്നുമല്ല. ഇത് കടിച്ച ഏതോ സാധാരണ മനുഷ്യനാ. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. പക്ഷെ ഞങ്ങൾ അതിനെ വാക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വാക്കേഴ്സ്, റണ്ണേഴ്സ് ആൻഡ് സ്പിറ്റേഴ്സ്. 3 തരം ഇൻഫെക്ഷൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കിപ്പോൾ സമയമില്ല. പിന്നെ ബി കെയർഫുൾ. ഇവർക്ക് എൻഹാൻസ് സെൻസസ് ഉണ്ട്. കാഴ്ച, ഗന്ധം, ശബ്ദം, ഇതിൽ ഏത് വെച്ച് വേണമെങ്കിലും അവർക്ക് നിങ്ങളെ അനായാസമായി വേട്ടയാടാൻ കഴിയും. ബാക്കിയെല്ലാം നേരിട്ട്. ഓവർ ആൻഡ് ഔട്ട്. രാജീവിനെ രാധികൻ നമ്മളൊന്നും അന്വേഷിച്ചു പോലുമില്ല. അവരെന്തായാലും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അത് നിനക്ക് അവനെ പറയാൻ പറ്റൂ? നീ കണ്ടതല്ലേ ചോരയും അവളുടെ നോസ് റിങ്ങും. അതാരും പറിച്ചെടുത്തതാണ്. ഇനിയും വണ്ടി എടുത്ത് അവിടെ പോകുന്നത് റിസ്ക് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ചാടൽപ്പുഴയുടെ സൈഡിൽ കൂടെ അങ്ങ് പോവാം. ബോട്ട് എവിടെ കിടക്കുന്നതെന്ന് എനിക്കറിയാം. കോവ് ഐലൻഡ്. അതാണ് നമ്മുടെ ലാസ്റ്റ് ഹോപ്പ്. എടാ ഗൂഗിളെ,
പഴയത് പലതും നീ മറന്നിട്ടുണ്ടാവും, ഞാൻ മറന്നിട്ടില്ല. അനാഥരായി ജനിച്ചവരാണോ നമ്മള്? വിധി നമ്മളെ ഒരു അനാഥാലയത്തിൽ കണ്ടുമുട്ടിച്ചു. അവിടുന്ന് പുറം ലോകം സ്വപ്നം കണ്ടത് നമ്മൾ ഒന്നിച്ച്, ആ ലോകത്തേക്ക് കടന്നതും നമ്മൾ ഒന്നിച്ച്. നമ്മൾ അതിൽ വിജയിക്കുകയും ചെയ്തില്ലടാ. എടാ, ഒരാള്, ഈ കൂട്ടത്തിലെ ഒരാള് വഴി തെറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിലെത്തുമായിരുന്നോ? നമ്മൾ ഒന്നിച്ചല്ലടാ ഇതിൽ കടന്നത്. സഹിലേ, ആ ലോകം ഇനി ഇല്ലടാ. പിന്നെ പഴയതൊന്നും ഞാനും മറന്നിട്ടൊന്നുമില്ല. പറയേണ്ടത് പറഞ്ഞു. നീ തിരിച്ചുപോയി അവരെ നോക്കാനാണെങ്കിൽ ഞാൻ റെഡിയാ. നമുക്ക് അവരെ പോയെന്ന് അന്വേഷിച്ചാലോ? അതെ, അത് തന്നെ എൻ്റെ അഭിപ്രായം. നമുക്ക് പോവാം. ശരി. വാ.